Hey guys, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മിനി ഡോണറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈസി ഡോണറ്റിന് വേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 140 ഗ്രാംസ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, അതായത് ഒരു 15 ടേബിൾ സ്പൂൺസ്. അതേപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തെല്ലാം മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഈ മൈദ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. തൈര് ഒഴിക്കുമ്പം ആദ്യം 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ആഡ് ചെയ്യാം. ഞാനിതിലത്തേക്ക് ടോട്ടലായിട്ടൊരു 5 ടേബിൾ സ്പൂൺസ് ആണ് തൈര് ആഡ് ചെയ്തിട്ടുള്ളത് പലപ്പോഴായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണതുവരെയും കുഴയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് നമുക്കൊന്ന് തടവാം. അതിനുശേഷം ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിമിൽ പൊതിഞ്ഞു വെച്ചാലും മതി. ഇതൊരു അരമണിക്കൂർ നമ്മൾ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൽ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി എടുത്തിട്ട് നമുക്ക് പരത്താം. ഇനി നമ്മൾ പരത്താൻ പോണ ആ സർഫസിൽ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണത് പോലെ തന്നെ, പക്ഷേ ചപ്പാത്തിക്ക് പരത്തണത് പോലെ തിന്നായിട്ടല്ല പരത്തേണ്ടത്. ഇത് നമ്മൾ പിസ്സയ്ക്കൊക്കെ പരത്തണത് പോലെ, ഞാൻ വേറൊരു പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തപ്പോൾ ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട്. ഇത് 2 സൈഡ് നന്നായിട്ട് പരത്തി കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് പരത്തണം. ഇപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സിൽ വേണം പരത്താൻ. അടുത്തതായിട്ട് നമുക്ക് ഈ മാവ് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഡോണറ്റ് കട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ട്രൈ ചെയ്യാം. ഞാനിവിടെ കുപ്പിയാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ അടപ്പ് ഞാൻ വലിയ സർക്കിളിനും ഇത് ചെറിയ സർക്കിളിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള ആ കുഞ്ഞു റൗണ്ട് ഈ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഡോണറ്റിൻ്റെ കുഞ്ഞ് സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടണ ഈ ഒരു കുഞ്ഞു ബോള് നമുക്കിത് ലേറ്റർ ഡോണറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ബാക്കിയുള്ള മാവിൻ്റെ കൂടെ യൂസ് ചെയ്ത് അടുത്ത സെറ്റ് ഓഫ് ഡോണറ്റ്സ് ഉണ്ടാക്കുമോ എന്താണെന്ന് ഓർത്താൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡോണറ്റിൻ്റെ ഷേപ്പിൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ ഈ എണ്ണയിലേക്ക് ഇടാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആവണം. ഗോൾഡൻ കളർ ആയാൽ മതി, ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. അതേപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോണറ്റ്സ്. ഇനി നമുക്ക് ബാക്കിയും കൂടി വറുത്തെടുക്കാം. അങ്ങനെ എല്ലാ ഡോണറ്റും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറിയ ബോൾസും ഫ്രൈ ചെയ്തെടുത്തു, കുറച്ച് ബോൾസ് മാത്രം. അതായത് ഡോണറ്റിൻ്റെ ചെറിയ സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടണ ആ ബോൾസ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഗ്ലേസിങ് പ്രിപ്പയർ ചെയ്യാം. ഗ്ലേസിങ് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 250 ഗ്രാംസ് പൗഡേർഡ് ഷുഗർ, അല്ലെങ്കിൽ 2 കപ്പ് പൗഡേർഡ് ഷുഗർ. ഇത് സാധാരണ ഷുഗർ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, പിന്നെ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, പിന്നെ ആവശ്യത്തിന് പാല്, പിന്നെ 1 പിഞ്ച് സോൾട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം.
അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ പൗഡേർഡ് ഷുഗർ സ്ലോലി ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യാം. പാലിൻ്റെ ക്വാണ്ടിറ്റി ഗ്ലേസിങ്ങിന് എത്ര തിക്നെസ് വേണോ അതനുസരിച്ചിട്ടാണ്. ഗ്ലേസിങ് നല്ല തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പാൽ ചേർത്താൽ മതി. അതേസമയം വളരെ തിന്നായിട്ടാണ് ഗ്ലേസിങ് വേണ്ടതെങ്കിൽ കൂടുതൽ പാലൊഴിച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഗ്ലേസിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡോണട്ട്സ് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പകുതി ഡോണട്ട്സ് ഈ ഗ്ലേസിങ്ങിൽ ഡിപ്പ് ചെയ്യാമെന്നും ബാക്കിയുള്ളത് ചോക്ലേറ്റ് ഗ്ലേസിങ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഗ്ലേസിങ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഈ ഡിപ്പ് ചെയ്ത് ഡോണട്ട്സ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് മൈക്രോവേവ് അവൻ്റെ കൂടെ വരണ ആ ഗ്രിൽ സ്റ്റാൻഡാണ്. താഴത്തൊരു പ്ലേറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഈ ഡോണറ്റ് എന്നുള്ള ഈ എക്സ്ട്രാ ഗ്ലേസിംഗ് ഒക്കെ ആ പ്ലേറ്റിലേക്ക് വീണോളും. ഇനി നമുക്ക് ബാക്കിയുള്ള ഡോണട്ട്സ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗ്ലേസിംഗ് ഉണ്ടാക്കാം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ഗ്ലേസിങ്ങിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഡോണറ്റ് ഡിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്തതുപോലെ ഈ സ്റ്റാൻഡിലേക്ക് ഡോണട്ട്സ് നമുക്ക് എടുത്ത് വെക്കാം. ഇതൊരു 20 to 30 മിനിറ്റ്സ് എടുക്കും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡോണറ്റ് പ്രിപ്പറേഷൻ. ഇത് വളരെ ഈസിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇനി അഥവാ ഗ്ലേസിങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ്. ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇത് ഞാൻ ന്യൂട്രലയുടെ കൂടെ കഴിച്ച് നോക്കി. അത് വളരെ ടേസ്റ്റിയാണ്. സോ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ബൈ.